ഹായ് ഫ്രണ്ട്സ്, സലാം കമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കോസ് കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. വലിയ ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച മുട്ടക്കോസ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇട്ട് കൊടുത്തിട്ട്. ഒട്ടും വെള്ളം ചേർക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം ഈ മുട്ടക്കോസിൽ നിന്ന് തന്നെ വരും. ഒട്ടും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് ഇളക്കി ഒന്ന് നന്നായി മിക്സാകണം. മുട്ടക്കോസ് ഉപ്പേരി നല്ല മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ വരുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പേരി നമുക്കൊന്ന് തുറന്ന് നോക്കാം, വെന്തോന്നറിയാം. ഒട്ടും വെള്ളമില്ലാതെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പൊടി പൊടിയായിട്ട് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. പൊടി പൊടിയായി അരിഞ്ഞ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നാടൻ രീതിയിലുള്ള മുട്ടക്കോസ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സലാം കമ്പ വ്ളോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.